നിങ്ങൾക്ക് ഏറെ പരിചിതമായ ഒരു പത്രത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ ക്ലാസുകൾ നമുക്ക് ആരംഭിക്കാം. ദ ഹിന്ദു. മഹത്തായ പാരമ്പര്യമുള്ള ഈ പത്രത്തിന് തുടക്കമിട്ടത് 6 ചെറുപ്പക്കാരായിരുന്നു. പത്രം സ്ഥാപിക്കുമ്പോൾ 20കളിലായിരുന്നു അവരുടെ പ്രായം. അവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ടി രംഗാചാര്യർ, PV രംഗാചാര്യർ, D കേശവറാവു പന്തലു, N സുബ്ബറാവു പന്തലു, G സുബ്രഹ്മണ്യ അയ്യർ, M വീരരാഘവ ആചാര്യർ. ഇതിൽ 2 പേരുടെ പേരുകൾ ഒന്ന് തന്നെയാണ്. ഇനീഷ്യലുകളിൽ മാത്രമാണ് വ്യത്യാസം. ടി രംഗാചാര്യർ, PV രംഗാചാര്യർ. ഇവർ 6 പേർ ചേർന്ന് സെപ്റ്റംബർ 20, 1878 മദ്രാസിൽ നിന്ന്, അതായത് ഇപ്പോഴത്തെ ചെന്നൈയിൽ നിന്ന് ആഴ്ചപ്പതിപ്പായിട്ടാണ് ദ ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത്. പിന്നീട് 11 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം 1889 ഇതൊരു ദിനപത്രമായത്. പിന്നീട് ഇതിന്റെ ഉടമസ്ഥാവകാശം G സുബ്രഹ്മണ്യ അയ്യരുടെയും M വീരരാഘവ ആചാര്യരുടെയും കൈകളിലായി. മറ്റു നിരവധി പത്രങ്ങളെ പോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പാക്കി വരുന്ന വിവേചന നയങ്ങൾക്കെതിരെ ദ ഹിന്ദുവും പ്രതിഷേധിച്ചു. പക്ഷേ മിതമായ രീതിയിൽ മാത്രം. കാരണം ദ ഹിന്ദുവിന്റെ പോരാട്ടം ബ്രിട്ടീഷ് സർക്കാരിനോടായിരുന്നില്ല, മറിച്ച് ഉദ്യോഗസ്ഥരോടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ അഴിമതിയും അധികാര ദുർവിനിയോഗവും പത്രം പുറത്തു കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ അടിയുറച്ച വിശ്വാസം പത്രം പ്രകടിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ തുടരണം എന്ന് തന്നെയായിരുന്നു പത്രത്തിന്റെ നിലപാട്. ഈ പാഠത്തിൽ പത്രങ്ങളുടെ ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് വിശദമായിട്ട് നമ്മൾ കടക്കുന്നില്ല. നിങ്ങളിതിൽ ഓർക്കേണ്ടത് ഇത്രമാത്രം: ദ ഹിന്ദു ആരംഭിച്ച വർഷം ഏത്, ഇതിൻ്റെ സ്ഥാപകരുടെ പേരുകൾ, പത്രത്തിൻ്റെ പൊതുവായ നിലപാട് എന്തായിരുന്നു. ഇനി ഹിന്ദു പത്രത്തെക്കുറിച്ച് പാഠപുസ്തകത്തിലില്ലാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടി പറയാം. പത്രത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ, അതായത് മുഖ്യ പത്രാധിപർ ആരാണെന്നറിയണ്ടേ? N രവി. ഇനി ദ ഹിന്ദുവിൻ്റെ പ്രമുഖമായ ചില സഹോദര പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1 ഫ്രണ്ട് ലൈൻ. ദ ഹിന്ദു ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫയേഴ്സ് മാസികയാണ് ഫ്രണ്ട് ലൈൻ. മറ്റൊന്ന് സ്പോർട്സ് സ്റ്റാർ. ഹിന്ദുവിൻ്റെ സ്പോർട്സ് മാസികയാണ് സ്പോർട്സ് സ്റ്റാർ. അടുത്തത് ബിസിനസ് ലൈൻ. ദ ഹിന്ദു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിറക്കുന്ന പത്രമാണ് ബിസിനസ് ലൈൻ. Here is the English explanation. The Hindu. This newspaper was founded by 6 young men. You have to study their names. They are T Rengacharya, PV Rengacharya, D Keshavaravu Pandalu, N Subbaravu Pandalu, G Subramanya Iyer, and M Veeraraghava Acharya. This newspaper was started as a weekly in Madras on September 20, 1878, and it became a daily after 11 years in 1889. Later, G Subramanya Iyer and M Veeraraghava Acharya became the proprietors of the paper. Like many other newspapers, the Hindu also protested against the discriminatory policies of the British government in India. What do you understand by the discriminatory policies of British? It means the unfair attitude of the British towards the Indians. For example, at that time, Indians were not allowed to enter restaurants. They were only reserved for British. Similarly, in trains also, first-class compartments were reserved only for whites. You all have heard about the experiences of Gandhiji, who was thrown off the train first-class compartment, haven't you? Like that, so many other discriminations were also there. But here, the protest of the newspaper was not towards the British government, but towards the bureaucracy. It clashed with the officials and exposed their misdeeds and abuse of power. Abuse of power means misusing power, misusing the authority. The Hindu spoke out for Indian independence only in a moderate level. In fact, it was a firm believer of British rule and supported the continuation of British rule in India.
This is all you have to study about the history of the Hindu. Do you know who is the present editor-in-chief of the Hindu? It is N. Ravi. Now, I'll tell you some of the sister publications of the newspaper. One is Frontline. It is a monthly publication based on current affairs. It is also publishing a weekly sports magazine named Sports Star. Then we have Business Line, a daily published by the Hindu group. I hope everything is clear for you. Next, we can move on to Bal Gangadhar Tilak and his newspapers. You all know Bal Gangadhar Tilak, right? You all have studied about him in your lower classes. He was a leader of Indian freedom movement, and among the ardent trio, Lal Bal Pal, Bal stands for Bal Gangadhar Tilak. Let's study about the journalistic contributions of Bal Gangadhar Tilak. Bal Gangadhar Tilak started two newspapers, Kesari and Maratha, in 1881. So keep in mind the name of his newspapers are Kesari and Maratha. Note the year also, 1881. Kesari was published in Marathi language. Maratha was published in English. The newspaper Maratha was the English counterpart of Kesari. So let's study about Kesari first. This newspaper dealt with the political and economic developments of India. Apart from that, it also covered world events. Truth would be the watchword of this paper. It gave due prominence to objectivity and impartiality. Objectivity means fairness, which couldn't be influenced by prejudices or personal opinions. The word Kesari means lion. The name was apt for the newspaper as it reflected the characteristics of a lion, as the articles were written fearlessly. Kesari aimed at educating the public and promote popular agitation against the British rule. So that was the aim of the paper. Its aim was to educate people and to make the people ready to protest against the Britishers. This newspaper became a success and it was accepted by many, and by the year 1882, Kesari became the largest circulated language newspaper in India. Another paper published by Tilak was Maratha, a newspaper in English. Maratha. The Maratha was catered to the educational section of the society in Maharashtra. I stress on the words educated section. It provided articles which helped the people to think intelligently on the important topics of the day. So this newspaper, Maratha, aimed at the educational public, and they were given some intellectual stuff based on the important happenings every day. This newspaper was acknowledged as the leading mouthpiece of Indian political thinking in Western India. Why Western India? Because this newspaper was published from Maharashtra, and Maharashtra is situated in the western part of India. And this newspaper, Maratha, was a leading mouthpiece of Indian political thinking in Western India. That is, Indian political thinking was best reflected in this paper. So that's all about Maratha. Bal Gangadhar Tilak. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹം ധീരനായ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച 2 പത്രങ്ങൾ വൻ വിജയമായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ കേസരിയും മറാത്തയും. 1881 ഇവ ആരംഭിച്ചത്. കേസരി എന്നത് മറാത്തി ഭാഷയിലും മറാത്ത എന്നത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. കേസരി പത്രത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പായിരുന്നു മറാത്ത. ഇതിൽ കേസരിയെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങളും ലോക സംഭവങ്ങളുമൊക്കെയാണ് കേസരിയിൽ അച്ചടിച്ച് വന്നിരുന്നത്. സിംഹം എന്നർത്ഥം വരുന്ന കേസരി എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ളവയായിരുന്നു പത്രത്തിലെ ലേഖനങ്ങൾ. വസ്തുനിഷ്ഠതയും
സത്യസന്ധതയുമായിരുന്നു പത്രത്തിന്റെ മുഖമുദ്ര. ഇന്ത്യക്കാരെ കൂടുതൽ വിദ്യാസമ്പന്നരാക്കി ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് സജ്ജമാക്കുന്നതിലും കേസരി പ്രധാന പങ്കുവഹിച്ചു. ഒരു വർഷത്തിന് ശേഷം 1882 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമായി കേസരി മാറി. ഇനി തിലകിന്റെ മറ്റൊരു പത്രമായ മറാത്തയെക്കുറിച്ച് മനസ്സിലാക്കാം. മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നരായ ജനവിഭാഗങ്ങളെയാണ് മറാത്ത ലക്ഷ്യമിട്ടിരുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ബുദ്ധിപരമായ രീതിയിൽ ചിന്തിക്കുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള ലേഖനങ്ങൾ മറാത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചിന്തകളെ ഫലവത്തായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനും പത്രത്തിന് സാധിച്ചിരുന്നു. Now it's question time.